അഭിവന്ദ്യരായ നേതാക്കളെ, പ്രിയമുള്ള സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹിൽ മലിക്കിൽ ഹഖിൽ മുബീൻ. അൽഹംദുലില്ലാഹിൽ മലിക്കിൽ ഹഖിൽ മുബീൻ. الحمد لله الملك الحق المبين ذي القوة المتين، والصلاة والسلام على سيدنا محمد الصادق الوعد الأمين وعلى آله وصحبه أجمعين. ما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وتواصوا بالحق وتواصوا بالصبر. صدق الله مولانا العظيم. ബഹുമാനികളെ, സുദീർഘമായി സംസാരിക്കുന്നില്ല. ആദ്യമായി ഈ മഹാസമ്മേളനം ഇവിടെ നടത്തുന്നതിന് നമുക്ക് സൗകര്യം ചെയ്തു തന്ന നമ്മുടെ ഈ രാജ്യത്തെ ഭരണകർത്താക്കളെ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്, നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇവിടെ ഇത്രയും വലിയ ജനാവലി ഒരുമിച്ച് കൂടാനുണ്ടായ കാരണം ഒരേ ഒരു കാരണമാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമായോടുള്ള ഈ സമൂഹത്തിൻ്റെ അളവറ്റ സ്നേഹമാണ് ഈ ആളുകളോട് ഒരുമിച്ച് കൂടിയത്. ഈ ഒരു സ്വീകാര്യത, ഈ ഒരു സ്നേഹം ഈ സമൂഹത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമായോടുള്ള സ്നേഹം, അത് ഈ സമൂഹത്തിൻ്റെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റാൻ ഒരാൾക്കും സാധ്യമല്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ 100-ാം വാർഷികം കൊണ്ടാടാൻ പോവുകയാണ്. 100 വർഷത്തെ അനുഭവങ്ങളിലൂടെ ജനങ്ങൾ, സമൂഹം സമസ്തയെ പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് തുടക്കം കുറിച്ച സമസ്തയെന്ന മഹാപ്രസ്ഥാനം അത് ദേശീയ തലത്തിൽ വളർന്നു. ഇന്ന് ദേശീയ, അന്തർദേശീയ തലത്തിൽ വളർന്ന് പന്തലിച്ച് അതിൻ്റെ സാമൂഹ്യ, സാംസ്കാരിക, വിദ്യാഭ്യാസ, കാരുണ്യ പ്രവർത്തനങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്നത് ഇന്ന് സമസ്ത ലോക ജമിയത്തുൽ ഉലമയായി മാറിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ശക്തമായ ശബ്ദമാണ് സുപ്രഭാതം ദിനപത്രം. 10 വർഷങ്ങൾക്ക് മുമ്പ് ഈയുള്ളവൻ ഈ UAE-യിൽ ബഹുമാനപ്പെട്ട ശൈഖുന ആലിക്കുട്ടി ഉസ്താദിൻ്റെ കൂടെ, ബഹുമാനപ്പെട്ട TM ബാപ്പു ഉസ്താദിൻ്റെ കൂടെ, കോട്ടുമല ബാപ്പു മുസ്ലിയാരുടെ കൂടെ, അബ്ദുസ്സമദ് പൂക്കോട്ടൂരിൻ്റെ കൂടെ, ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വിയുടെ കൂടെ, ഈ 4 വ്യക്തിത്വങ്ങളുടെ കൂടെ സുപ്രഭാതത്തിൻ്റെ ആദ്യകാല പ്രചരണത്തിന് വേണ്ടി UAE-യുടെ എല്ലാ സ്റ്റേറ്റുകളിലും നടക്കുകയുണ്ടായി. അൽഹംദുലില്ലാഹ്. അന്ന് സുപ്രഭാതത്തിൻ്റെ പ്രചരണവുമായി നടക്കുന്ന സമയത്ത് ദുബൈ KMCC ഞങ്ങൾക്കൊരു സ്വീകരണം നൽകുകയുണ്ടായി. ആ സ്വീകരണ യോഗത്തിൽ അന്ന് ഞാൻ പറഞ്ഞതായി ഓർക്കുകയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ തുടങ്ങാൻ പോകുന്ന ഈ പത്രം സുപ്രഭാതം, അത് പത്രലോകത്ത് ഒരു പുതിയ മാതൃക സൃഷ്ടിക്കും.
മറ്റുള്ള എല്ലാ പത്രങ്ങൾക്കും അനുകരിക്കാൻ പറ്റുന്ന, പിന്തുടരാൻ പറ്റുന്ന, മറ്റു പത്രങ്ങൾക്കൊന്നും ഇല്ലാത്ത പുതിയ ഒരു മാതൃക പത്രലോകത്ത് ഉണ്ടാക്കാൻ സാധിക്കും. കാരണം ലോകത്ത് ഏറ്റവും വലിയ പണ്ഡിത സംഘടനകൾപ്പെട്ട ഒരു വലിയ പണ്ഡിത സഭയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മേൽനോട്ടത്തിൽ തുടങ്ങുന്ന ഏതൊരു കാര്യങ്ങളെപ്പോലെ തുടങ്ങുന്ന ഈ സുപ്രഭാതം ദിനപത്രവും അതൊരു പ്രത്യേകമായ മാതൃകാപരമായ ഒരു രീതിയിൽ തന്നെ, അത് മറ്റുള്ളവർക്ക് അനുകരിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ അതിവിടെ നടക്കും, അതിവിടെ ഉണ്ടാവും എന്ന് അതിപ്പോഴും അന്ന് പറഞ്ഞത് അനുസ്മരിക്കുകയാണ്. സുപ്രഭാതം പത്രത്തിൻ്റെ പോളിസി മുതൽ അതിൻ്റെ സകല കാര്യങ്ങളിലും വലിയ ശ്രദ്ധയോടുകൂടെയാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും 10 വർഷം 10 വയസ്സേ അതിനായിട്ടുള്ളൂ. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക്, മാതൃകാപരമായ ഒരുപാട് ഉയരങ്ങളിലേക്ക് സുപ്രഭാതം ഉയർന്നു വരേണ്ടതുണ്ട്. അള്ളാഹു അതിനെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതിൻ്റെ പോളിസിയുടെ ആദ്യത്തിൽ തന്നെ പറയുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നിലപാടിനനുസരിച്ച് കൊണ്ടുള്ള ഒരു പത്രപ്രവർത്തന രീതിയാണിതെന്നാണ് നമ്മൾക്ക് വിശ്വാസമുണ്ടാക്കുന്നു. അതിൻ്റെ അവസാനത്തിൽ പറയുന്നത് 25-ാം വകുപ്പ് പറയുന്നത് വാർത്തകളാണ്. ഒരു പത്രത്തിന്, വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു പത്രം, ദിനപത്രം, അതിന് ഒരു സമൂഹത്തെ ഉന്നതിയിലേക്ക് ഉയർത്താനും ഒരു സമൂഹത്തെ അധപ്പതനത്തിലേക്ക് ആഴ്ത്തിവിടാനും അതിനുള്ള സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒന്നാണ് പത്രം എന്ന് പറയുന്നത്. ഒരു വാർത്ത പല വിധത്തിലും ആ വാർത്ത പ്രസിദ്ധീകരിക്കാൻ സാധിക്കും. അതിൻ്റെ തലക്കെട്ടുകൾ, ഒരു വാർത്തയുടെ തലക്കെട്ട്, അത് പല വിധത്തിലും അത് സംവിധാനം ചെയ്യാൻ സാധിക്കും പത്രപ്രവർത്തകർക്ക്. സുപ്രഭാതത്തിൻ്റെ പോളിസിയുടെ അവസാനത്തിൽ പറയുന്നത് ഇവിടെ വാർത്തകൾ 2 തരത്തിലുള്ളതാണ്. ഒന്ന് നല്ല വാർത്തകൾ, ഒന്ന് മോശമായ സംഭവങ്ങളുടെ വാർത്തകൾ. ഈ വാർത്തകൾ പത്രത്തിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ നന്മയുള്ള വാർത്തകൾ ആ നന്മയിലേക്ക് പ്രോത്സാഹനം നൽകുന്ന വിധത്തിലായിരിക്കണം. തിന്മയുള്ള വാർത്തകൾ ആ സംഭവത്തിൽ നിന്ന് ജനങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന, പിന്തിരിപ്പിക്കുന്ന രീതിയിലായിരിക്കണം. വാസ്തവത്തിൽ ഇത് ഏതൊരു പത്രത്തിൻ്റെയും ബാധ്യതയാണ്. പക്ഷേ അധികവും അത് ശ്രദ്ധിക്കപ്പെടുന്നില്ല. ജനങ്ങൾക്ക് ആകർഷണീയത ഉണ്ടാവണം, ജനങ്ങൾക്ക് രസകരമായിരിക്കണം. ഇതൊക്കെയാണ് ചിന്തിക്കുന്നത്. ഒരു നന്മയുള്ള ഒരു വാർത്ത, നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്, ഏറ്റവും നല്ല കഥകൾ, ചരിത്രങ്ങൾ നബിയെ തങ്ങൾക്ക് നമ്മൾ പറഞ്ഞു തരും. എന്തിനാണത്? ആ ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട്, ആ ചരിത്രത്തിൻ്റെ അവതരണ രീതിയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് നല്ല ചരിത്രങ്ങൾ പിൻപറ്റാനും തിന്മയുള്ള ആ ചരിത്രത്തിൽ നിന്ന്, ആ സംഭവങ്ങളിൽ നിന്ന് പിന്തിരിയാനും വേണ്ടിയാണത്. ഇതൊരു മനഃശാസ്ത്ര വിദഗ്ധരായ ഏതൊരു പത്ര സമിതിയിലും മനഃശാസ്ത്ര വിദഗ്ധരായ ഒരു സംഘം ആളുകൾ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ആ നിലയിൽ ആ പത്രത്തിൻ്റെ വാർത്തകൾ അത് പ്രസിദ്ധീകരിക്കാനും സംവിധാനം ചെയ്യാനും സാധിക്കുകയുള്ളൂ.
അങ്ങനെ ചെയ്യണമെന്നാണ് സുപ്രഭാതത്തിൻ്റെ പോളിസിയുടെ അവസാന ഭാഗത്ത് പറയുന്നത്. ഇങ്ങനെ ഒരു പ്രത്യേകമായ രീതിയിൽ, ഒരു മാതൃകാപരമായ രീതിയിൽ നടത്തപ്പെടണമെന്ന ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടെയാണ് ഈ പത്രം നടത്തുന്നത്. സുപ്രഭാതത്തിന് 10 വയസ്സ് പ്രായമായി നമ്മുടെ പൂർവികരായ, ഇതിനുവേണ്ടി അധ്വാനിച്ച, നേതൃത്വം വഹിച്ച സമസ്തയുടെ മഹത്തുക്കൾ പലരും നമ്മളോട് യാത്ര പറഞ്ഞു. അവരൊക്കെ ഇന്ന് ഈ സമ്മേളനം അവർ കാണുകയാണ്. സുപ്രഭാതത്തിൻ്റെ സമസ്തയുടെ ശബ്ദമാകുന്ന ചിരകാല അഭിലാഷം, സമസ്ത മുഷാവറ മുതൽക്ക് സമസ്തയുടെ കീഴ്ഘടകങ്ങളെല്ലാം ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിനെ പോലെയുള്ള സൂഫി വര്യന്മാരായ സമസ്തയുടെ മുഹിബ്ബീങ്ങളൊക്കെ നമുക്കൊരു പത്രം വേണമെന്ന് പറഞ്ഞ് ഓടി നടന്നിരുന്നത് ഓർക്കുകയാണ്. നബറല്ലാഹു മറാഖിദഹു, ബഹുമാനപ്പെട്ട സയ്യിദലി മുസ്ലിയാർ കാളാവ് പോലെയുള്ള ഇങ്ങനെ സമസ്തയുടെ മുഹിബ്ബീങ്ങളും അനുയായികളും അനുഭാവികളും കീഴ്ഘടകങ്ങളും മുഷാവറയും എല്ലാവരും വളരെ അങ്ങേയറ്റം ആഗ്രഹിച്ച ഒരു കാര്യമാണ് സഫലീകരിക്കപ്പെട്ടത്. 2014 സമസ്തയുടെ ശബ്ദം. ആ ശബ്ദത്തിൻ്റെ 8ാമത്തെ ശബ്ദമാണ് ഈ ഗൾഫ് എഡീഷൻ ഇവിടെ ഇന്ന് ആരംഭിച്ചിരിക്കുന്നത്. ലോഞ്ചിങ് സമസ്തയുടെ പ്രസിഡന്റ് നിർവഹിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് സുമ്മ ലതുസ്അലുന്ന അനിൻ നഈം, ഇത് അല്ലാഹു ചെയ്ത ഒരു നിഅമത്താണ്. ഈ നിഅമത്തിനെ സംബന്ധിച്ച് ചോദിക്കപ്പെടും എന്ന ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാവണം. അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ചലനങ്ങൾ, നമ്മുടെ എല്ലാം ചോദിക്കപ്പെടും. അതിനൊക്കെ നമ്മൾ മറുപടി പറയണം. സന്തോഷകരമായ മറുപടി പറയാനും അള്ളാഹുവിങ്കൽ നമ്മൾ തെറ്റുകാരാതിരിക്കാനും വളരെയധികം സൂക്ഷ്മത പാലിച്ചുകൊണ്ടായിരിക്കണം പത്രപ്രവർത്തനം നടത്തേണ്ടത്. അള്ളാഹു നമ്മുടെ പ്രവർത്തകന്മാർക്ക്, പത്രത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന അതിൻ്റെ ബോഡി അംഗങ്ങൾക്ക്, അതിൻ്റെ റിപ്പോർട്ടർമാർക്ക് ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ആ നിലപാടിനനുസരിച്ച് കൊണ്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വിശ്വാസങ്ങൾക്കും ആദർശങ്ങൾക്കും അണുമണി തൂക്കം കേടുവരാത്ത നിലക്ക് ഈ സമുദായത്തിൻ്റെ, ഇസ്ലാമിൻ്റെ, സുന്നത്ത് ജമാഅത്തിൻ്റെ ആദർശങ്ങൾ സംരക്ഷിക്കുന്നതിനും മനുഷ്യ സമൂഹത്തിൻ്റെ നന്മക്കും മുസ്ലിം സമുദായത്തിൻ്റെ ഐക്യത്തിനും വേണ്ടി, ഐക്യം നിലനിർത്തുന്നതിനും വേണ്ടി പ്രവർത്തിക്കുന്ന മാതൃകാപരമായ രീതി, ഒരണുപോലും ആശയാദർശങ്ങൾ എന്ന് വ്യതിചലിക്കാതെ ഐക്യവും സാഹോദര്യവും നിലനിർത്തുന്നതിനു വേണ്ടി ഇന്നും സയ്യിദ് മുഹമ്മദ് ജിഫിരി സമസ്തയുടെ പ്രസിഡന്റ് തങ്ങളവറുകൾ പറഞ്ഞു, ഐക്യവും സാഹോദര്യവും നിലനിർത്തുകയാണ്. ഞങ്ങളിങ്ങനെ പോന്നപ്പോൾ നമ്മളാളുകളൊക്കെ ഉണ്ട്. ഐക്യവും സാഹോദര്യവും അത് നിലനിർത്തുകയാണ് നമ്മളുടെ ലക്ഷ്യം. അതോടൊപ്പം തന്നെ ഒരു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾക്ക് ഒരണുമണി തൂക്കം കേടുവരാൻ പാടില്ല. അങ്ങനെയുള്ള വളരെ ആലോചിച്ച് ചിന്തിച്ച് കരുതലോടുകൂടെ നമ്മൾ നമ്മളുടെ സ്വന്തം ജീവിതത്തിനും സാമൂഹ്യ ജീവിതത്തിനും സംഘടനാ പ്രവർത്തനത്തിനും ഒക്കെ രൂപകൽപ്പന ചെയ്തുകൊണ്ട്, പ്ലാൻ ചെയ്തുകൊണ്ട്, ചിന്തിച്ചുകൊണ്ട്, ആലോചിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തുടക്കം, ഇനിയും ശബ്ദങ്ങൾ, ഇനിയും എഡീഷനുകൾ, സുപ്രഭാതത്തിന് ഇനിയും എഡീഷനുകൾ ധാരാളമുണ്ടാകണം. അതിന് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.